ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ മട്ടൻ്റെ ലിവർ കറിയാണ് വെക്കാൻ പോകുന്നത്. കറി വെക്കുന്നതിന് മുന്നോടിയായിട്ട് ക്ലീൻ ചെയ്ത മട്ടന് നമ്മൾ 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് വെച്ചിട്ട് വേണം നമ്മൾ കറി വെക്കാനായിട്ട്. ഇനി നമ്മളൊരു കുക്കർ എടുത്ത് മഞ്ഞളിട്ട് ക്ലീൻ ചെയ്ത ലിവർ ഇതിലേക്ക് ഇട്ടതിന് ശേഷം അതിലോട്ട് ഒരു 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. അതുകൊണ്ട് വെള്ളവും ഉപ്പും ഒന്നും ഇടേണ്ട ഒരു ആവശ്യവുമില്ല. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇത് വേവാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കാത്തത്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 5-6 വിസിൽ കേൾക്കുന്നവർ വേവിക്കാം. ഇപ്പം മട്ടൻ്റെ ലിവർ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ബാലൻസ് വരുന്ന വെള്ളം നമുക്കിപ്പോൾ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു കുക്കർ വെക്കാം. ആ കുക്കറിലേക്ക് 1 സ്പൂൺ ഉലുവ ഇടുക. ഉലുവ ഇട്ടതിന് ശേഷം ഒരു 5 സ്പൂണ് എണ്ണ ചേർക്കുക. ഏത് എണ്ണ വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഒലിവെണ്ണയാണ് ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 2 സവാളയും 5-6 കുഞ്ഞുള്ളിയും കൂടെ ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഉള്ളി ഒന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് 1 സ്പൂണ് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഉള്ളി നമുക്ക് പെട്ടെന്ന് വാടി കിട്ടും. 1 സ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പ് അവരുടെ ആവശ്യത്തിന് ചേർക്കണം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഉപ്പായിരിക്കും. ചിലർക്ക് ഉപ്പ് നന്നായി വേണ്ടി വരും, ചിലർക്ക് ചെറിയ ഉപ്പ് വേണ്ടി വരും. അപ്പോൾ അതനുസരിച്ച് ചേർക്കാം. പിന്നെ ഇടയ്ക്ക് എൻ്റെ പൊടി ഇടുന്ന വീഡിയോസ് കട്ടായിപ്പോയി. ഞാനിതിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ കറി മസാല, ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് പൊടിയുടെ പച്ചമണം മാറുന്നവർ നന്നായി ഇളക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരുന്ന ലിവർ അതിലോട്ട് തട്ടുക. ഇനി ലിവർ നേരത്തെ വേവിച്ച് വെച്ചിരുന്നപ്പോൾ അല്പം വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, വെന്ത വെള്ളം. നമ്മൾ അതിൽ നിന്ന് ഒരു 3 സ്പൂണും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ഇതാണ് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളം. അതിൽ നിന്ന് 3 സ്പൂണ് ഇതിലേക്ക് ചേർക്കുവാണ്. കറി ആവശ്യമുള്ളവർ അതിൽ കൂടുതൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പം 3 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ലിവർ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കാപ്പിയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബൈ.